നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. 2026 വർഷം ആരംഭിച്ചിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. വിവാഹം കഴിഞ്ഞ് ഒരു നിശ്ചിത സമയത്തിന് ശേഷം മാതാപിതാക്കളാകാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. 2026 സന്താനയോഗം എങ്ങനെയുണ്ട്, ഏതൊക്കെ രാശിക്കാർക്കാണ് ഇത് അനുകൂലം എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഈ വീഡിയോ ഒരു ഉത്തരമാകുമെന്ന് വിശ്വസിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ട് കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്തവരുണ്ട്. അവരുടെ ജാതകത്തിൽ 5ാം ഭാവവും 5ാം ഭാവാധിപൻ അല്ലെങ്കിൽ വ്യാഴം എന്നിവർ ദുർബലരായിരിക്കും. ജാതകത്തിലെ 5ാം ഭാവമാണ് സന്താനങ്ങളെ സൂചിപ്പിക്കുന്നത്. വ്യാഴം ദുർബലമാണെങ്കിൽ സന്താനങ്ങൾ ഉണ്ടാകാൻ കാലതാമസം നേരിടും. എന്നാൽ ഇപ്പോഴത്തെ ഗ്രഹചാര സ്ഥിതിയിലുള്ള രാശിമാറ്റങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ പുതിയ സാധ്യതകൾ തെളിയും. 2026 വർഷം ജ്യോതിഷപരമായും ആത്മീയമായും വളരെ ഭാഗ്യകരമായ ഒരു വർഷമായാണ് കണക്കാക്കപ്പെടുന്നത്. ജ്യോതിഷത്തിൽ ദേവഗുരു എന്ന് വിളിക്കപ്പെടുന്ന വ്യാഴം 12 വർഷങ്ങൾക്ക് ശേഷമാണ് തന്റെ ഏറ്റവും ശക്തമായ അവസ്ഥയിലേക്ക്, അതായത് ഉച്ചരാശിയിലേക്ക് എത്തുന്നത്. 2026 ജൂൺ 2 വ്യാഴം മിഥുന രാശിയിൽ നിന്നും കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്നു. കർക്കിടകം വ്യാഴത്തിന്റെ ഉച്ചരാശിയായതിനാൽ ഈ മാറ്റം ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് പോസിറ്റീവായ ഫലങ്ങളും സമാധാനവും പുരോഗതിയും നൽകാൻ സഹായിക്കും. സംഖ്യാശാസ്ത്രപ്രകാരം 2026 എന്നത് സൂര്യന്റെ ആധിപത്യമുള്ള വർഷമായാണ് കരുതപ്പെടുന്നത്. സൂര്യൻ പ്രകാശത്തിന്റെയും ഊർജത്തിന്റെയും ഉറവിടമാണ്. ഈ വർഷത്തിന്റെ പ്രത്യേകതയെ ലളിതമായി പറഞ്ഞാൽ വ്യാഴം ജീവനെ, അതായത് നമ്മുടെ നിലനിൽപ്പിനെ സൂചിപ്പിക്കുന്നു. സൂര്യൻ ആത്മാവിനെ, അതായത് നമ്മുടെ ഉള്ളിലെ ചൈതന്യത്തെ സൂചിപ്പിക്കുന്നു. ജീവനും ആത്മാവും ഒരുപോലെ ശക്തമാകുന്ന ഒരു സമയമായതുകൊണ്ട് സന്താന ഭാഗ്യത്തിനും വ്യക്തിപരമായ വളർച്ചയ്ക്കും ഈ വർഷം വളരെ അനുകൂലമാണ്. ചുരുക്കത്തിൽ വ്യാഴത്തിന്റെ അനുഗ്രഹവും സൂര്യന്റെ ഊർജവും ഒത്തുചേരുന്ന 2026 മനുഷ്യജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കും ഐശ്വര്യത്തിനും വഴിതെളിയിക്കുന്ന ഒരു സവിശേഷ വർഷമായിരിക്കും. ജ്യോതിഷപ്രകാരം 2026 എന്ന വർഷം കുട്ടികൾക്കായി കാത്തിരിക്കുന്ന ദമ്പതികൾക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ആകെയുള്ള 12 രാശികളിൽ 9 രാശിക്കാർക്കും ഈ വർഷം സന്താന ലബ്ധിക്ക് വളരെ അനുകൂലമായ സാഹചര്യമാണുള്ളത്. മേടൻ രാശിയിൽ ജനിച്ചവർക്ക് 2026 സന്താന ഭാഗ്യത്തിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതിന് പ്രധാനമായും 2 ഘട്ടങ്ങളായി തിരിക്കാം. 2026 ഏപ്രിൽ മെയ് മാസങ്ങളോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂല സാഹചര്യങ്ങൾ കണ്ടു തുടങ്ങും. സന്താനങ്ങൾക്കായി ആഗ്രഹിക്കുന്നവർക്ക് ശുഭകരമായ വാർത്തകൾ കേൾക്കാനുള്ള തുടക്കം ഈ മാസങ്ങളിൽ ഉണ്ടായേക്കാം. 2026 ഒക്ടോബർ 31 ശേഷം വരുന്ന സമയമാണ് മേടം രാശിക്കാർക്ക് ഏറ്റവും ഉത്തമം. ഈ കാലയളവിൽ ഗ്രഹനിലകൾ നിങ്ങൾക്ക് കൂടുതൽ തുണയാവുകയും തടസ്സങ്ങൾ മാറി സന്താനയോഗം വളരെ ശക്തമാവുകയും ചെയ്യും. ചുരുക്കത്തിൽ മേടം രാശിക്കാർക്ക് വർഷത്തിന്റെ പകുതിയോടെ അനുകൂലമായ സൂചനകൾ ലഭിക്കുമെങ്കിലും ഒക്ടോബർ അവസാന വാരത്തിന് ശേഷമുള്ള സമയമാണ് ഏറ്റവും ഫലപ്രദം. മിഥുനൻ രാശിയിൽ ജനിച്ചവർക്ക് 2026 വർഷം കുടുംബജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ കൊണ്ടുവരുന്ന ഒന്നായിരിക്കും. ഈ രാശിക്കാരുടെ സന്താന ഭാഗ്യത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നോക്കാം. 2026 ജൂൺ 2 വ്യാഴം രാശി മാറുന്നതോടെയാണ് മിഥുനൻ രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായ സമയം തെളിയുന്നത്. ഈ തീയതിക്ക് ശേഷം നിങ്ങളുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി വരുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ മക്കളെ സംബന്ധിച്ചോ ഉള്ള വളരെ നല്ല സന്തോഷ വാർത്തകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ജൂൺ മാസം മുതൽ ഒക്ടോബർ മാസം വരെ ഈ രാശിക്കാർക്ക് ഗ്രഹനിലകൾ വളരെ അനുകൂലമായിരിക്കും. കുട്ടികൾക്കായി കാത്തിരിക്കുന്നവർക്കും
കുടുംബത്തിൽ പുരോഗതി ആഗ്രഹിക്കുന്നവർക്കും ഈ 4-5 മാസങ്ങൾ വളരെ സവിശേഷമാണ്. 12 രാശികളിൽ വെച്ച് 2026 ഏറ്റവും കൂടുതൽ ഭാഗ്യം കടാക്ഷിക്കുന്ന ഒരു രാശിയാണ് കർക്കിടകം. നീണ്ട 12 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഭാഗ്യദായകനായ വ്യാഴം നിങ്ങളുടെ രാശിയിലേക്ക് തിരികെ എത്തുന്നത്. ഈ രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കത്തിന് വഴിതെളിക്കും. വ്യാഴം കർക്കിടകൻ രാശിയിലെത്തുമ്പോൾ അത് ഉച്ചസ്ഥിതിയിൽ, അതായത് ഏറ്റവും ശക്തമായ അവസ്ഥയിലായിരിക്കും. ജ്യോതിഷപ്രകാരം വ്യാഴത്തിന് ഏറ്റവും കൂടുതൽ നന്മകൾ ചെയ്യാൻ കഴിയുന്ന രാശിയാണ് കർക്കിടകം. അതിനാൽ സന്താനഭാഗ്യത്തിനായി കാത്തിരിക്കുന്ന കർക്കിടകൻ രാശിക്കാർക്ക് ഈ വർഷം വിചാരിച്ചതിലും വേഗത്തിൽ ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കുട്ടികളുണ്ടാകാൻ നേരിട്ടിരുന്ന തടസ്സങ്ങൾ മാറാനും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനും ഈ സമയം സഹായിക്കും. ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും നിറയുന്ന ഒരു കാലഘട്ടമാണിത്. ചുരുക്കത്തിൽ 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വരുന്ന ഈ അപൂർവ ഗ്രഹനില കർക്കിടകൻ രാശിക്കാർക്ക് സന്താനലബ്ധിക്കും കുടുംബത്തിന്റെ ഉന്നതിക്കും ഏറ്റവും അനുയോജ്യമായ സുവർണകാലം തന്നെയാണ്. ചിങ്ങൻ രാശിയിൽ ജനിച്ചവർക്ക് 2026 ആദ്യ പകുതിയെ അപേക്ഷിച്ച് രണ്ടാം പകുതിയിലാണ് കൂടുതൽ ഗുണകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. വർഷത്തിന്റെ തുടക്കമാസങ്ങളിൽ കാര്യമായ പുരോഗതി കണ്ടില്ലെങ്കിലും നിരാശപ്പെടേണ്ടതില്ല. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങൾ കഴിയുന്നതോടെ ചിങ്ങൻ രാശിക്കാരുടെ ഗ്രഹനിലയിൽ അനുകൂലമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ചിങ്ങൻ രാശിക്കാരുടെ 5ാം ഭാവാധിപനായ വ്യാഴത്തിന്റെ അനുകൂലമായ സ്വാധീനം വർഷത്തിന്റെ അവസാന പകുതിയോടെ വർദ്ധിക്കുന്നതിനാൽ കുട്ടികൾക്കായി ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം ശുഭവാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. തടസ്സങ്ങൾ നീങ്ങി കാര്യങ്ങൾ അനുകൂലമായി വരുന്നത് ഈ കാലയളവിലാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഈ സമയത്ത് വന്നു ചേരും. ചുരുക്കത്തിൽ ചിങ്ങൻ രാശിക്കാർക്ക് 2026 ഓഗസ്റ്റ് മാസം മുതൽ വർഷാവസാനം വരെയുള്ള സമയം സന്താനയോഗത്തിനും മറ്റ് കുടുംബപരമായ സന്തോഷങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ കാലമാണ്. കന്നിരാശിയിൽ ജനിച്ചവർക്ക്, പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ വർഷങ്ങളായി സന്താനഭാഗ്യത്തിനായി കാത്തിരിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നവർക്ക് ഏറ്റവും വലിയ ആശ്വാസം നൽകുന്ന വർഷമായിരിക്കും 2026. കഴിഞ്ഞ 4-5 വർഷങ്ങളായി നിങ്ങൾ സന്താനലബ്ധിക്കായി ശ്രമിക്കുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളാൽ അത് നടക്കാതെ പോകുന്നുണ്ടാകാം. എന്നാൽ 2026 ഗ്രഹമാറ്റങ്ങൾ അത്തരം തടസ്സങ്ങളെ നീക്കാൻ സഹായിക്കും. 2026 ജൂൺ മാസത്തിന് ശേഷമാണ് നിങ്ങളുടെ രാശിക്ക് ഏറ്റവും അനുകൂലമായ സമയം ആരംഭിക്കുന്നത്. ഈ കാലയളവിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകാനും ചികിത്സകളോ മറ്റ് ശ്രമങ്ങളോ ഫലം കാണാനും സാധ്യതയുണ്ട്. കന്നിരാശിക്കാരുടെ ലാഭസ്ഥാനത്ത് വ്യാഴം വരുന്നതിനാൽ നിങ്ങളുടെ ദീർഘകാലത്തെ ആഗ്രഹങ്ങൾ സഫലമാകുന്ന സമയമാണിത്. ഇത് നിങ്ങളുടെ കുടുംബത്തിൽ വലിയ സന്തോഷത്തിന് കാരണമാകും. ചുരുക്കത്തിൽ ഏറെക്കാലമായി ഒരു കുഞ്ഞിനായി ആഗ്രഹിക്കുന്ന കന്നിരാശിക്കാർക്ക് 2026 ജൂൺ മുതൽ വർഷാവസാനം വരെയുള്ള കാലഘട്ടം വലിയൊരു അനുഗ്രഹമായി മാറും. വൃശ്ചികൻ രാശിയിൽ ജനിച്ചവർക്ക് 2026 വർഷം അങ്ങേയറ്റം ശുഭകരമായ ഒന്നായിരിക്കും. മറ്റുള്ള രാശിക്കാരെ അപേക്ഷിച്ച് നോക്കിയാൽ ഈ രാശിക്കാർക്ക് വർഷം മുഴുവനും ഭാഗ്യം കൂടെയുണ്ടാകും എന്നതാണ് പ്രത്യേകത. ചില രാശിക്കാർക്ക് പ്രത്യേക മാസങ്ങളിൽ മാത്രമേ ഭാഗ്യമുണ്ടാവുകയുള്ളൂ. എങ്കിൽ വൃശ്ചികൻ രാശിക്കാർക്ക് 2026 ജനുവരി മുതൽ ഡിസംബർ വരെ സന്താന യോഗത്തിന് അനുകൂലമായ സാഹചര്യമാണുള്ളത്. ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം നിങ്ങളുടെ സന്താനങ്ങളെ സൂചിപ്പിക്കുന്ന 5ാം ഭാവത്തിലേക്ക് തന്റെ ശുഭദൃഷ്ടി നൽകുന്നു. ജ്യോതിഷപ്രകാരം ഇത് ഏറ്റവും ഉത്തമമായ അവസ്ഥയാണ്. അതിനാൽ കുട്ടികൾക്കായി ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം എപ്പോൾ വേണമെങ്കിലും നല്ല വാർത്തകൾ പ്രതീക്ഷിക്കാം. മുൻപ് നേരിട്ടിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റ് തടസ്സങ്ങളോ മാറി കുടുംബത്തിൽ സന്തോഷം വരാൻ ഈ ഗ്രഹനില സഹായിക്കും. ദമ്പതികൾക്കിടയിൽ
ഐക്യവും സ്നേഹവും വർദ്ധിക്കുന്ന ഒരു വർഷം കൂടിയാണിത്. ചുരുക്കത്തിൽ വൃശ്ചികൻ രാശിക്കാർക്ക് 2026 എന്നത് സന്താന ഭാഗ്യത്തിന്റെ വർഷം തന്നെയാണ്. വർഷത്തിന്റെ ഏത് ഘട്ടത്തിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ധനുരാശിയിൽ ജനിച്ചവർക്ക് 2026 വർഷം വളരെ വലിയ ആശ്വാസവും സന്തോഷവും നൽകുന്ന ഒന്നായിരിക്കും. ധനുരാശിയുടെ അധിപൻ തന്നെ ദേവഗുരുവായ വ്യാഴമാണ്. നിങ്ങളുടെ രാശിനാഥൻ ഏറ്റവും ശക്തനാകുന്ന ഈ വർഷം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും മുൻതൂക്കം ലഭിക്കും. വർഷത്തിന്റെ തുടക്കമാസങ്ങളെ അപേക്ഷിച്ച് 2026 ഏപ്രിൽ മാസം മുതൽ നിങ്ങളുടെ ഗ്രഹനിലയിൽ വലിയ പുരോഗതി കണ്ടു തുടങ്ങും. ഏപ്രിൽ മുതൽ ഡിസംബർ വരെ നീളുന്ന ഈ കാലയളവ് സന്താനയോഗത്തിന് ഏറ്റവും ഉത്തമമാണ്. മക്കളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പുതിയൊരു സന്താനം കുടുംബത്തിലേക്ക് വരുന്നതിനെ കുറിച്ചോ ഉള്ള ആഗ്രഹങ്ങൾ സഫലമാകാൻ ഈ സമയം സഹായിക്കും. ഏപ്രിൽ മാസത്തോടെ തടസ്സങ്ങൾ ഓരോന്നായി മാറി തുടങ്ങുകയും കുടുംബത്തിൽ സമാധാനം കൈവരുകയും ചെയ്യും. ഏപ്രിലിൽ തുടങ്ങുന്ന ഈ അനുകൂല സമയം വർഷം അവസാനിക്കുന്നത് വരെ ഒരേപോലെ നിലനിൽക്കുമെന്നാണ് ധനുരാശിക്കാരുടെ പ്രത്യേകത. ചുരുക്കത്തിൽ ധനുരാശിക്കാർക്ക് 2026 ഏപ്രിൽ മാസം മുതൽ വർഷാവസാനം വരെ സന്താന ഭാഗ്യത്തിനും കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും ഏറ്റവും അനുയോജ്യമായ കാലഘട്ടമാണ്. കുംഭം രാശിയിൽ ജനിച്ചവർക്ക് 2026 വർഷം അല്പം ക്ഷമയോടെ കാത്തിരുന്നാൽ വലിയ നേട്ടങ്ങൾ നൽകുന്ന ഒന്നായിരിക്കും. വർഷത്തിന്റെ ആദ്യ മാസങ്ങളിൽ സന്താന ഭാഗ്യത്തിനായുള്ള നേട്ടങ്ങളുടെ ശ്രമങ്ങളിൽ ചെറിയ തടസ്സങ്ങളോ കാലതാമസങ്ങളോ നേരിട്ടേക്കാം. ആരോഗ്യപരമായ കാരണങ്ങളാലോ മറ്റ് സാഹചര്യങ്ങളാലോ വിചാരിച്ച വേഗത്തിൽ കാര്യങ്ങൾ നടന്നില്ല എന്ന് വരാം. എന്നാൽ ഇതിൽ നിരാശപ്പെടേണ്ടതില്ല. 2026 ജൂൺ അല്ലെങ്കിൽ ജൂലൈ മാസം കഴിയുന്നതോടെ നിങ്ങളുടെ ഗ്രഹനിലയിൽ അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരും. തടസ്സങ്ങൾ ഓരോന്നായി മാറുകയും കുട്ടികൾക്കായി ആഗ്രഹിക്കുന്നവർക്ക് ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്യും. ഉച്ചബലമുള്ള വ്യാഴത്തിന്റെ ശുഭദൃഷ്ടി നിങ്ങളുടെ 2ാം ഭാവത്തിലേക്ക്, അതായത് കുടുംബഭാവത്തിലേക്ക് പതിക്കുന്നതിനാൽ വർഷത്തിന്റെ 2ാം പകുതി വളരെ ഗുണകരമാണ്. ചുരുക്കത്തിൽ കുംഭം രാശിക്കാർക്ക് 2026 ആദ്യ പകുതിയിൽ ചില തടസ്സങ്ങൾ നേരിട്ടേക്കാമെങ്കിലും ജൂലൈ മാസത്തിന് ശേഷം വർഷാവസാനം വരെ സന്താനയോഗത്തിനും കുടുംബ സൗഖ്യത്തിനും വളരെ നല്ല സമയമാണ്. കർക്കിടകൻ രാശിക്കാരെ പോലെ തന്നെ 2026 ഏറ്റവും കൂടുതൽ ഭാഗ്യം അനുഭവിക്കാൻ പോകുന്ന മറ്റൊരു രാശിയാണ് മീനം. മീനൻ രാശിയുടെ അധിപൻ വ്യാഴമാണ്. നിങ്ങളുടെ രാശിനാഥൻ തന്നെ ഏറ്റവും ശക്തനാകുന്ന അഥവാ ഉച്ചസ്ഥനാകുന്ന വർഷമായതിനാൽ നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കാം. 2026 ജൂൺ മാസം മുതൽ ഒക്ടോബർ മാസം വരെയാണ് മീനം രാശിക്കാർക്ക് ഏറ്റവും മികച്ച സമയം. ഈ 5 മാസങ്ങൾക്കിടയിൽ സന്താനയോഗത്തിന് ഏറ്റവും അനുകൂലമായ ഗ്രഹനിലയാണുള്ളത്. നിങ്ങളുടെ രാശിനാഥനായ വ്യാഴം പൂർണ്ണബലത്തോടുകൂടി സന്താനസ്ഥാനമായ 5ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സമയമാണിത്. ജ്യോതിഷപരമായി ഇത് സന്താനലബ്ധിക്ക് ഏറ്റവും ഉത്തമമായ അവസ്ഥയാണ്. കുട്ടികൾക്കായി ആഗ്രഹിക്കുന്നവർക്ക് ഈ കാലയളവിൽ വിചാരിച്ചതിലും വേഗത്തിൽ ശുഭവാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിറയുന്നതോടൊപ്പം മക്കളുടെ വളർച്ചയിലും സന്തോഷത്തിലും നിങ്ങൾക്ക് അഭിമാനിക്കാൻ സാധിക്കുന്ന സമയമായിരിക്കും ഇത്. ചുരുക്കത്തിൽ മീനം രാശിയിൽ ജനിച്ചവർക്ക് 2026 ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള സമയം സന്താനഭാഗ്യത്തിനും കുടുംബത്തിന്റെ ഉന്നതിക്കും ലഭിക്കാവുന്ന ഏറ്റവും മികച്ചമായ ഭാഗ്യകാലം തന്നെയാണ്. സന്താനലബ്ധിക്കായി ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഗുണഫലം വർദ്ധിക്കുന്നതിന് സഹായിക്കും. വ്യാഴസ്തോത്രം എല്ലാ ദിവസവും 108 തവണ ജപിക്കുക. വ്യാഴാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുക. ക്ഷേത്ര ദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ വിവരങ്ങൾ അറിയുന്നതിനായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക.
എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.